ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഗോവ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് പയ്യന്നൂരിൽ നിന്നാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ മാംഗ്ലൂരിൽ മെയിലിൽ കയറി കാസർഗോഡ് ഇറങ്ങാനാണ് പ്ലാൻ. കാരണം നമ്മൾ ബുക്ക് ചെയ്തത് എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ്. അതിന് പയ്യന്നൂരിൽ സ്റ്റോപ്പില്ല. അങ്ങനെ ട്രെയിൻ എടുത്ത് കവ്വായി ബ്രിഡ്ജ് ക്രോസ് ചെയ്തു. കവ്വായി പയ്യന്നൂരിലെ മനോഹരമായൊരു പുഴയാണ്. പുഴയുടെ തീരങ്ങളിൽ അനേകം കണ്ടൽക്കാടുകൾ വളർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനിടയ്ക്ക് ഒരു രസകരമായ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. വിവേക ട്രെയിൻ കയറുമ്പോൾ ഫോൺ താഴെ വീണു. അത് പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനിൻ്റെയും ഗ്യാപ്പിലാണ് വീണത്. പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് എടുക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. അങ്ങനെ സ്റ്റേഷൻ മാസ്റ്ററെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്ത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തു. ഒരു ചേട്ടൻ അടുത്തുള്ള കൺഫെക്ഷനറി ഷോപ്പിൽ നിന്ന് ഒരു ടങ് ഉപയോഗിച്ച് ഫോൺ എടുത്തു തന്നു. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എപ്പോഴും സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇൻ കേസ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്താൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വിവേക് ആകെ സങ്കടത്തിലായിരുന്നു. ഫോൺ കിട്ടിയപ്പോൾ ആ ടെൻഷനൊക്കെ മാറി. കാസർഗോഡിലെ പ്രശസ്തമായ ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്തുള്ള ബീച്ച് പാർക്കാണ് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഈവനിങ്സിൽ ഫാമിലിയൊക്കെ ആയി ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു ലൈവ്ലി ആയിട്ടുള്ള പാർക്കാണ് ഇത്. ഇപ്പോൾ ട്രെയിൻ മാംഗ്ലൂർ ജംഗ്ഷനിൽ നിന്ന് എടുത്ത് നമ്മൾ പഠിച്ച NIT സൂറത്കലൊക്കെ ക്രോസ് ചെയ്തു. ഫൈനലി നമ്മൾ മഡ്ഗാവ് സ്റ്റേഷനിലെത്തി. 5 മണിയായിരുന്നു അറൈവൽ ടൈമെങ്കിലും നമ്മൾ എത്തുമ്പോൾ 5:30 ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ മാംഗ്ലൂരിൽ നിന്നും വന്ദേ ഭാരത് ഓർ ഡയറക്റ്റ് ട്രെയിൻ നോക്കുന്നതാണ് നല്ലത്. ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ മോസ്റ്റ്ലി ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ജിഞ്ചർഗോ എന്ന ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തത്. പ്ലാറ്റ്ഫോം 4 നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഈ ഹോട്ടലിലേക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തി ഒന്ന് ഫ്രഷൊക്കെ ആയി ഡിന്നർ കഴിക്കാനായി ഹോട്ടലിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. സീ ഫുഡ് ലവേഴ്സിൻ്റെ ഹെവൻ ആണ് ഗോവ. ഞങ്ങൾ ഗോവൻ ഡിഷസ് ട്രൈ ചെയ്യാമെന്ന് കരുതി അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കിങ് ഫിഷ് തവ ഫ്രൈയും ചൊനക് ഫിഷ് ഫ്രൈയും ഓർഡർ ചെയ്തു. റവയിൽ മാരിനേറ്റ് ചെയ്ത് നല്ല മസാലയൊക്കെയുള്ള ഫിഷ് ഫ്രൈ ആയിരുന്നു അത്. ഞങ്ങൾക്ക് 2 പേർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഗിറോസ്റ്റും നീർദോശയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് നീർദോശയായിരുന്നു. ഞങ്ങൾക്ക് അതും നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ സൗത്ത് ഗോവയിൽ നിന്നും നോർത്ത് ഗോവയിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. പല ഓപ്ഷൻസ് നോക്കിയെങ്കിലും ടാക്സി ആയിരുന്നു ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. നിങ്ങൾ സോളോ ട്രിപ്പോ അല്ലെങ്കിൽ 3-4 ദിവസത്തെ പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിൽ പോകാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു എക്കണോമിക്കൽ ഓപ്ഷനാണ് ട്രെയിൻ. അങ്ങനെ ടാക്സി ബുക്ക് ചെയ്ത് ഞങ്ങൾ ഉക്കാസിം എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഡ്രൈവർ ചേട്ടൻ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ CNG നിറയ്ക്കാനായിട്ട് കയറി. നമ്മുടെ ഡ്രൈവർ ചേട്ടനെ പരിചയപ്പെടുത്താം. അബ്ദുൾ സത്താർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് 60 വയസ്സായി. ഏകദേശം 30-32 വർഷമായി ടാക്സി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ ജെന്യൂൻ ആൻഡ് ഹംബിൾ പേഴ്സൺ ആണ് അദ്ദേഹം. നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു സുസുക്കി സെലീരിയോയിലാണ്. ഇവിടെ ഒട്ടുമിക്ക കാറുകളും CNGയിലാണ് ഓടുന്നത്. നോർമൽ ഒരു പെട്രോൾ വേരിയൻറ്റ് സെലീരിയോക്ക് 25 km/ലിറ്റർ മൈലേജ് കിട്ടുമ്പോൾ CNG വേരിയൻറ്റിന് അത് 36-40 km/kg വരെ ലഭിക്കും. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഐഡിൽ കണ്ടീഷനിലും മാത്രമേ വണ്ടി പെട്രോൾ ഉപയോഗിക്കുന്നുള്ളൂ. ഡ്രൈവേഴ്സിനും അതാണ് ഒരു ഇക്കണോമിക്കൽ ഓപ്ഷൻ. നമ്മളിപ്പോൾ NH66 യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗോവയിൽ നിന്നും മുംബൈയിലോട്ടുള്ള ഹൈവേ ആണ്. ഗോവയിലെ 6 വരിപ്പാതയുടെ വർക്ക് 2023 കഴിഞ്ഞിരുന്നു. അബ്ദുൾ ഭായ് ഗോവ മൈൽസ് എന്നൊരു ആപ്പ് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഗോവയിൽ നോർമലി ഊബർ, ഒല പോലുള്ള ആപ്പുകൾ വർക്ക് ചെയ്യാറില്ല. ബട്ട് നിങ്ങൾക്ക് ഗോവ മൈൽസിലൂടെ ചീപ്പർ ടാക്സി ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. നേരെ മുന്നിൽ നിങ്ങൾക്ക് ന്യൂസോരി ബ്രിഡ്ജ് കാണാൻ പറ്റും. ന്യൂസോരി ബ്രിഡ്ജിന് മനോഹർ സേതു ബ്രിഡ്ജ് എന്നും പേരുണ്ട്. ഈ പാലത്തിൻ്റെ വർക്ക് 2022 കഴിഞ്ഞിരുന്നു. ന്യൂസോരി പാലം ഇന്ത്യയിലെ 2ാമത്തെ വലിയ കേബിൾ പാലമാണ്. ആകെ മൊത്തം 640 മീറ്റർ ലെങ്ത്തുള്ള പാലത്തിന് താഴെ ഒഴുകുന്ന സോരി പുഴയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. റോഡിൻ്റെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്കിപ്പോൾ GMC സ്റ്റേഡിയം കാണാം. 2021 കോവിഡ് ഔട്ട്ബ്രേക്കിൻ്റെ സമയത്ത് ഈ സ്റ്റേഡിയത്തിൽ കളികൾ നടന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് ഹോം ഗ്രൗണ്ടും കൂടിയായിരുന്നു ഈ സ്റ്റേഡിയം. ഇപ്പോൾ നമ്മൾ അടൽ സേതു കേബിൾ ബ്രിഡ്ജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. മൊണ്ടവി പുഴയുടെ കുറുകെയുള്ള ഈ പാലം പഞ്ചിമും പൊർവോറും തമ്മിൽ ബന്ധിപ്പിക്കുന്നു.
ഇത് 5.1 കിലോമീറ്റർ നീളമുള്ള പാലമാണ്. ഇന്ത്യയിലെ 3ാമത്തെ വലിയ കേബിൾ പാലം കൂടിയാണ് ഇത്. ഇപ്പോൾ റോഡിൻ്റെ വലത് സൈഡിലായി വിധാൻസഭയും ഇടത് സൈഡിലായി ഹൈക്കോർട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോകുന്ന വഴികളിലൂടെ കുറേ ഇൻഡോ പോർച്ചുഗീസ് ആർക്കിടെക്ചറിൽ നിർമ്മിതമായ വീടുകളും റോഡിൻ്റെ ഇരുവശങ്ങളിൽ തല ഉയർത്തി നിൽക്കുന്ന തെങ്ങുകളും കാണാം. 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഏകദേശം 12 മണിയോടുകൂടി നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ എത്തി. ലാംറൻ ഉക്കാസിം എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അതിമനോഹരമായ ഇൻറ്റീരിയേഴ്സും വളരെ പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ആംബിയൻസും ഉള്ള ഒരു ഇൻഡോ പോർച്ചുഗീസ് സ്റ്റൈൽ ഹോട്ടലാണ് ഇത്. ഇവിടെ ഇങ്ങനെ ബാൽക്കണിയാണല്ലേ. ബാഗൊക്കെ റൂമിൽ വെച്ചതിന് ശേഷം റിസോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ എടുത്ത് അടുത്തുള്ള ചർച്ച് വരെ വെറുതെ കറങ്ങാൻ ഇറങ്ങി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഗോവയിലെ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ കീപ് വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.